എല്ലാവർക്കും നമസ്കാരം. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഏതൊരു ബിസിനസിന്റെയും വിജയത്തിന് പിന്നിലെ ഒരു പ്രധാന രഹസ്യം ഇതാണ്. പക്ഷെ പേടിക്കുകയേ വേണ്ട, നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഒരു കപ്പ് കാപ്പിയുടെ കഥയിലൂടെ അങ്ങ് പഠിച്ചെടുക്കാം. റെഡിയല്ലേ? ദാ ഈ ഒരു സിമ്പിൾ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഈ കാണുന്ന ഒരു കപ്പ് കാപ്പിക്ക് $4 വില. ഈ കഫേക്ക് ഇത് വിൽക്കുമ്പോൾ ലാഭം കിട്ടുന്നുണ്ടോ? ഒറ്റനോട്ടത്തിൽ ഉണ്ടല്ലോ എന്ന് തോന്നും, അല്ലേ? പക്ഷേ ഉത്തരം അത്ര എളുപ്പമല്ല. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇതിന്റെ യഥാർത്ഥ വില എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഭാഗം $4 കാപ്പിയുടെ രഹസ്യം. എന്തായിരിക്കും ഈ വിലയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ചെലവുകൾ? ഇതൊരു പസിൽ പോലെയാണ്. നമുക്ക് ഒരുമിച്ച് ഈ പസിൽ സോൾവ് ചെയ്യാം. അതിലൂടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ പാഠം നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ചെലവിനെ ഒന്ന് വേർതിരിച്ചു നോക്കാം. നമ്മളൊരു വിഭവം ഉണ്ടാക്കുമ്പോൾ അതിൽ പല ചേരുവകളുള്ളതുപോലെ ഒരു പ്രൊഡക്റ്റിന്റെ വിലയിലും പലതരം കോസ്റ്റുകളുണ്ട്. അതായത് മെറ്റീരിയൽ, ലേബർ, പിന്നെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ചില ഹിഡൻ കോസ്റ്റുകൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ? അപ്പോൾ ആദ്യത്തെ പ്രധാന ഘടകം ഡയറക്റ്റ് മെറ്റീരിയൽ. ഇത് വളരെ സിമ്പിളാണ്. ഒരു സാധനം ഉണ്ടാക്കാൻ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ. അത്രയുള്ളൂ. നമ്മുടെ കാപ്പിയുടെ കാര്യമെടുത്താൽ എന്തൊക്കെയാവും അത്? ആലോചിച്ച് നോക്കൂ. കാപ്പിക്കുരു, പാല്, പിന്നെ ആ കാപ്പി തരുന്ന കപ്പ്, ഇതെല്ലാം ഡയറക്റ്റ് മെറ്റീരിയലാണ്. ഓക്കെ, അടുത്തതായി വരുന്നത് ഡയറക്റ്റ് ലേബർ. പേരുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നേരിട്ട് പണിയെടുക്കുന്ന ആളുകളുടെ കൂലി. നമ്മുടെ കാപ്പിയുടെ കേസിൽ ആരാണത്? തീർച്ചയായും ആ ബാരിസ്റ്റ. അയാൾ ആ കാപ്പി ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്തിന് കൊടുക്കുന്ന ശമ്പളമില്ലേ, അതാണ് ഡയറക്റ്റ് ലേബർ. ഇനി അടുത്തത് ഓവർഹെഡ്. ഇതാണ് മിക്കപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഹിഡൻ കോസ്റ്റ്. അതായത് പ്രൊഡക്ഷനെ അത്യാവശ്യമാണ്, പക്ഷേ ഒരു കോഫി ഉണ്ടാക്കാൻ എത്രയായി എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത ചിലവുകൾ. ഉദാഹരണത്തിന് ആ കഫേയുടെ വാടക, കറണ്ട് ബില്ല്, കോഫി മെഷീന് വരുന്ന തേയ്മാനം, ഇതൊക്കെ ഓവർഹെഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് നമ്മളതിനെ പ്രൈം കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓർത്തുവെച്ചോളൂ, ഇതാണൊരു സാധനം ഉണ്ടാക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചെലവ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകാം. ആന്തരിക നിയമപുസ്തകം. ചിലവിന്റെ പല ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ അറിയാം. പക്ഷേ ഒരു വലിയ ബിസിനസ് എങ്ങനെയാവും ഇത്രയധികം ചിലവുകളുടെ എല്ലാം കണക്ക് കൃത്യമായി സൂക്ഷിക്കുന്നത്? അതിന് അവർക്ക് അവരുടേതായ ചില നിയമങ്ങളും രീതികളുമുണ്ട്. ഒരു റൂൾ ബുക്ക് പോലെ. നമുക്കതും നോക്കാം. ഇവിടെയാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡെഫിനിഷൻ. സിമ്പിളായി പറഞ്ഞാൽ, ഒരു ബിസിനസ്സിൽ വരുന്ന ഓരോ ചെറിയ ചെലവും അത് റെക്കോർഡ് ചെയ്യുക, തരംതിരിക്കുക, എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഗുണമെന്താണെന്നറിയോ? ഓരോ പ്രൊഡക്റ്റിനും എത്ര രൂപ ചിലവായി എന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലർക്കും പറ്റുന്നൊരു അബദ്ധമുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഒന്നാണെന്ന് വിചാരിക്കും. പക്ഷേ രണ്ടും രണ്ടാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ബിസിനസിന്റെ പുറത്തുള്ളവർക്ക്, അതായത് ഇൻവെസ്റ്റേഴ്സിനും ഗവൺമെന്റിനുമൊക്കെ വേണ്ടിയുള്ളതാണ്. അത് കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു കണക്കാണ്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങോ? അത് പൂർണ്ണമായും മാനേജ്മെന്റിന് വേണ്ടിയുള്ളതാണ്. അതായത് ഉള്ളിലുള്ളവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി. ഓരോ പ്രൊഡക്റ്റിനും എത്ര ചെലവായി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ ചെലവും ട്രാക്ക് ചെയ്യുന്നത്? വെറുതെയാണോ? അല്ല. കാരണം ഇതൊരു സാധാരണ കണക്കെടുപ്പല്ല. ഇതൊരു സ്ട്രാറ്റജിക് ടൂളാണ്. യഥാർത്ഥ ചെലവ് എത്രയാണെന്നറിയാൻ, ആ ചെലവ് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാൻ, ഭാവിയിലേക്ക് പ്ലാൻ ചെയ്യാൻ, പിന്നെ ഏറ്റവും പ്രധാനമായി നല്ല കിടുകൻ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ. ഇതിനെല്ലാം മാനേജ്മെന്റിനെ സഹായിക്കുന്നത് ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ടെക്നിക്കുകളിലൊന്നാണ് FIFO. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പേര് കേട്ട് പേടിക്കേണ്ട. സംഭവം സിമ്പിളാണ്. ആദ്യം വാങ്ങിയ സ്റ്റോക്ക് ആദ്യം ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ഉദാഹരണത്തിന്, നമ്മുടെ കഫേയിൽ 2 തവണയായി കാപ്പിക്കുരു വാങ്ങിയെന്ന് വെക്കുക. ആദ്യത്തേതിന് വില കുറവും രണ്ടാമത്തേതിന് വില കൂടുതലും. ഒരു ഓർഡർ വരുമ്പോൾ ഏത് സ്റ്റോക്കിലെ ബീൻസ് ഉപയോഗിക്കും? FIFO പ്രകാരം ആദ്യം വാങ്ങിയ വില കുറഞ്ഞ സ്റ്റോക്കിൽ നിന്ന്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ കാപ്പിയുടെയും കോസ്റ്റ് നമുക്ക് കൂടുതൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ശരി, അപ്പോൾ നാലാമത്തെ ഭാഗം എല്ലാം ഒരുമിച്ച് കൂട്ടാം. നമ്മൾ ഇതുവരെ കോസ്റ്റിന്റെ പല ഭാഗങ്ങളും കഷ്ണങ്ങളുമായിട്ടാണ് കണ്ടത്, അല്ലേ? ഇനി അതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് നമ്മുടെ ആ $4 കാപ്പിയുടെ യഥാർത്ഥ വില എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. റെഡിയല്ലേ? നമുക്ക് ആ കണക്കൊന്ന് കൂട്ടി നോക്കാം. നമുക്കൊരു സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കി നോക്കാം. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ. അതൊരു 75 സെന്റാണെന്ന് വയ്ക്കാം. പിന്നെ ഡയറക്റ്റ് ലേബർ ഒരു 50 സെന്റ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ നേരത്തെ പഠിച്ച പ്രൈം കോസ്റ്റ് 75ഉം 50ഉം.
അതായത് $1 25 ഇനി ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ നമുക്ക് ഫാക്ടറി ഓവർഹെഡ് ചേർക്കണം. ഓർമ്മയില്ലേ, വാടക, കരണ്ട് ബില്ല്, അങ്ങനെയുള്ള ചിലവുകൾ. അതൊരു $1 ഉണ്ടെന്ന് കരുതാം. അപ്പോൾ 1.25ന്റെ കൂടെ $1 കൂടി ചേരുമ്പോൾ വർക്ക്സ് കോസ്റ്റ് കിട്ടി $2.25. പക്ഷേ ചിലവ് അവിടെയും തീരുന്നില്ല. ഫാക്ടറിക്ക് പുറത്തും ചിലവുകളിലെ ഓഫീസ് ചിലവുകൾ, അതായത് അഡ്മിൻ ഓവർഹെഡ്, അതൊരു 25 സെന്റ് കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഉൽപ്പാദനത്തിന്റെ ആകെ ചിലവ് $2.50 അവസാനമായി ഒരൊറ്റ കാര്യം കൂടി. ഈ കാപ്പി വിൽക്കണ്ടേ, അതിനും ചിലവില്ലേ? മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അതിനായിട്ടൊരു 50 സെന്റ് കൂടി ചേർക്കാം. ഇപ്പോ നമ്മുടെ കാപ്പിയുടെ യഥാർത്ഥ മൊത്തം ചിലവ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ ഒരു കപ്പ് കാപ്പിയുണ്ടാക്കി നമ്മുടെ കയ്യിൽ തരാൻ ആ കഫേക്ക് വരുന്ന യഥാർത്ഥ ചിലവ് എത്രയാണ്? $3. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. $4 വിൽക്കുമ്പോൾ ലാഭമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഓരോ കപ്പിലും കൃത്യം $1 ലാഭം. കണ്ടോ, അങ്ങനെ നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ അവസാന ഭാഗം, ചെലവിൽ നിന്ന് തന്ത്രത്തിലേക്ക്. യെസ്, നമ്മൾ യഥാർത്ഥ ചെലവ് കണ്ടുപിടിച്ചു. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിംഗ് അവിടെ തീരുന്നില്ല. സത്യം പറഞ്ഞാൽ ശരിക്കുള്ള കളി തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഈ നമ്പറുകൾ വെച്ച് എങ്ങനെയാണ് ഒരു ബിസിനസ് മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിംഗ് മാനേജ്മെന്റിന് മാത്രം ഉപകാരമുള്ള ഒന്നാണെന്ന് കരുതരുത്. ഇതിന്റെ ഗുണം ഒരുപാട് പേർക്കുണ്ട്. തൊഴിലാളികൾക്ക് നല്ല ശമ്പളം തീരുമാനിക്കാൻ ഇത് സഹായിക്കും. ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയുടെ ആരോഗ്യം മനസ്സിലാക്കാം. ഗവൺമെന്റിന് ടാക്സ് കണക്കാക്കാൻ എളുപ്പമാകും. എന്തിന്, അവസാനം നമുക്കും, അതായത് കസ്റ്റമേഴ്സിനും ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടാൻ ഇത് സഹായിക്കും. ഒരു ബിസിനസ് അതിന്റെ ചെലവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ 2 വഴികളുണ്ട്. 1 കോസ്റ്റ് കൺട്രോൾ, 2 കോസ്റ്റ് റിഡക്ഷൻ. എന്താണ് വ്യത്യാസം? കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ പ്ലാനിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നതാണ്. അതായത് ബഡ്ജറ്റ് കടന്നു പോകാതെ നോക്കുക. എന്നാൽ കോസ്റ്റ് റിഡക്ഷൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അത് പറയുന്നത് നമുക്ക് ഈ പ്ലാൻ തന്നെ മാറ്റിയാലോ എന്നാണ്. അതായത് സ്ഥിരമായി ചിലവ് കുറയ്ക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്തുക. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഉദ്ധരണി അത് വ്യക്തമാക്കുന്നുണ്ട്. കോസ്റ്റ് റിഡക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ക്വാളിറ്റി കുറയ്ക്കുന്ന പരിപാടിയാണെന്ന് കരുതരുത്. സംഗതി അതല്ല. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കാര്യക്ഷമത കൂട്ടി ചിലവ് കുറയ്ക്കുക. അതാണ് യഥാർത്ഥ കോസ്റ്റ് റിഡക്ഷൻ. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് വെറും ഒരു ബോറൻ കണക്കെടുപ്പല്ല. അതൊരു പവർഫുൾ ടൂളാണ്. ഒരു ബിസിനസ്സിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള ഒരു തന്ത്രം. ആദ്യം ചിലവുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ അതിനെ നിയന്ത്രിക്കുക, അവസാനം അത് തന്ത്രപരമായി കുറയ്ക്കുക. ഇതാണ് ഗെയിം. അപ്പം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണാം, കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നത് വെറും നമ്പറുകളല്ല, മറിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സൂപ്പർ പവർ ആണെന്ന്. അപ്പോൾ എൻ്റെ അവസാനത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ബിസിനസ്സിലെ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ യഥാർത്ഥ ചെലവുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമെങ്കിൽ നിങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ.